ഹായ് മക്കളെ, വെൽക്കം ടു ലീഡ്സ് അക്കാഡമി സ്മാർട്ട് പ്ലസ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കെമിസ്ട്രിയുടെ 5ാമത്തെ ചാപ്റ്റർ സൊല്യൂഷൻസ് അല്ലെങ്കിൽ ലായനികൾ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് പഠിക്കാം. നമ്മൾ ഷുഗർ സൊല്യൂഷൻ എന്നും സാൾട്ട് സൊല്യൂഷൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പം ഞാനിവിടെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാം അല്ലേ. എന്താണ്, ഒരു ഗ്ലാസ് വെള്ളം എടുത്തു, ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തു, ഒരു ഗ്ലാസ് നിറച്ചും വെള്ളം എടുത്തു. അതിലേക്ക് ഒരു 5 സ്പൂണ് എന്തിട്ടു, ഷുഗർ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് എന്ത് ചെയ്തു, മിക്സ് ചെയ്തു. അപ്പം നമുക്ക് എന്ത് കിട്ടി? ഷുഗർ സൊല്യൂഷൻ കിട്ടി അല്ലേ, പഞ്ചസാര ലായനി കിട്ടിയില്ലേ. അതായത് അപ്പം നമ്മളിവിടെ ഷുഗർ സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആരെയൊക്കെയാണ് എടുത്തത്? ഒരു ഗ്ലാസ്സിൽ വെള്ളവും എടുത്തു, പിന്നെയാണ് 2 സ്പൂൺ എന്താണ് ഇട്ടത്, പഞ്ചസാരയും കൂടിയിട്ടാണ് ഇട്ടത്. പഞ്ചസാരയും കൂടിയിട്ട് മിക്സ് ചെയ്യുവാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഈ ഷുഗർ സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ എടുത്ത ആളെ ആരാണ്? ഏറ്റവും കൂടുതൽ എടുത്ത ആളാരാണ്? വാട്ടർ ആണല്ലേ. പിന്നെയോ കുറച്ച് എമൗണ്ടിൽ എടുത്തത് ആരെയാണ്? ഷുഗറിനെയാണ് അല്ലേ. അപ്പോൾ കുറഞ്ഞ അളവിൽ എടുക്കുന്ന ആളെ നമ്മൾ എന്തെന്ന് പറയും? സൊല്യൂട്ട് എന്ന് പറയും. കൂടുതൽ അളവിൽ എടുക്കുന്ന ആളെ നമ്മൾ എന്തെന്നും പറയും? എന്തെന്നാ പറയുക? സോൾവെന്റ് എന്നും പറയും. കുറഞ്ഞ അളവിൽ എടുക്കുന്ന ആളെ സൊല്യൂട്ട് എന്നും കൂടിയ അളവിൽ എടുക്കുന്ന ആളെ നമ്മൾ സോൾവെന്റ് എന്നും പറയും. മലയാളത്തിൽ കുറഞ്ഞ അളവിൽ എടുക്കുന്ന സൊല്യൂട്ടിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്? ലീനം എന്നും പറയും. കൂടിയ അളവിൽ എടുക്കുന്നതിന് എന്തെന്നാ പറയുന്നത്? ലായകം എന്നും പറയും. എന്താണ് പറയുന്നത്? ലായകം എന്നും പറയും. ഇത്തരത്തിൽ ലീനം ലായകത്തിൽ ലയിച്ചു ചേർന്ന് നമുക്ക് കിട്ടുന്ന പദാർത്ഥത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. സൊല്യൂഷൻസ് ആർ മെയ്ഡ് ബൈ ഡിസോൾവിങ് സൊല്യൂട്ട് ഇൻ ദ സോൾവെന്റ്. അതായത് ലീനം ലായകത്തിൽ ലയിക്കുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? ലായിനികൾ ഉണ്ടാകുന്നത്. അത്തരത്തിൽ നമ്മൾ കുറച്ച് അളവിൽ എടുക്കുന്നതിന് ഒരു ലായിനി ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് അളവിൽ എടുക്കുന്ന ആളെ നമ്മൾ ലീനമെന്നും കൂടിയ അളവിൽ എടുക്കുന്ന ആളെ നമ്മൾ എന്തെന്നും പറയും? ലായകം എന്നും പറയും. അപ്പോൾ നമുക്ക് ടെക്സ്റ്റിൽ ഈ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട് ഇല്ലേ, ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. എന്താണ് ഈ ടേബിളിൽ പറഞ്ഞിരിക്കുന്നത്? ലായിനി ഘടകങ്ങൾ, സൊല്യൂഷൻ കോൺസ്റ്റിറ്റ്യുവൻസും, പിന്നെ എന്താണ്, സ്റ്റേറ്റ് ഓഫ് സൊല്യൂട്ട്, സ്റ്റേറ്റ് ഓഫ് സോൾവെന്റ്, അതേപോലെ തന്നെ സ്റ്റേറ്റ് ഓഫ് സൊല്യൂഷൻ എന്നും ചോദിച്ചിട്ടുണ്ട് അല്ലേ. ബ്രാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പിച്ചളയാണ് അല്ലേ. പിച്ചള ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ആരെയൊക്കെയാണ്? സിങ്കും ചെമ്പുമാണ് എന്തിനു ഉപയോഗിക്കുന്നത്? പിച്ചള ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ബ്രാസ് അല്ലെങ്കിൽ പിച്ചള എന്ന് പറയുന്നത് ഒരു അലോയി ആണ് അല്ലേ, മെറ്റൽ അലോയി ആണ്. പിച്ചള ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സ്റ്റേറ്റ് ഓഫ് സൊല്യൂട്ട് ചോദിച്ചിട്ടുണ്ട്. അതായത് പിച്ചള ഉണ്ടാക്കുമ്പോഴുള്ള സൊല്യൂട്ട് അല്ലെങ്കിൽ ലീനം എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ സിങ്ക് ആണ് ലീനം എന്ന് പറയുന്നത്. അപ്പോൾ സോൾവെന്റ് ആരായിരിക്കും? ലായകം ആരായിരിക്കും? കോപ്പർ ആണ്. പിച്ചള ഉണ്ടാക്കാൻ അധികമായി വേണ്ടത് ആരെയാണ്? കോപ്പറിനെയാണ്. കുറഞ്ഞ അളവിൽ വേണ്ടത് സിങ്ക് ആണ്. അപ്പോൾ സൊല്യൂട്ട് സിങ്കും സോൾവെന്റ് ഏതാണ്? കോപ്പറുമാണ്. ഇവർ രണ്ടുപേരും, സിങ്കും കോപ്പറും ഏതവസ്ഥയിലാണുള്ളത്? സോളിഡ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഖരാവസ്ഥയിലാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇവർ രണ്ടുപേരും കൂടെ കൂട്ടിച്ചേർന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ബ്രാസ് അല്ലെങ്കിൽ പിച്ചള എന്ന് പറയുന്ന വസ്തുവും ഏതവസ്ഥയിലാണുള്ളത്? സോളിഡ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഖരാവസ്ഥയിൽ തന്നെയാണ് ഇതും ഉള്ളത്. ദെൻ രണ്ടാമത്തേത് ആരാണ്? സാൾട്ട് സൊല്യൂഷൻ, ഉപ്പ് ലായനിയാണ് അല്ലേ. ഇതിൽ ആരായിരിക്കും സൊല്യൂട്ട്? നമ്മുടെ ഉപ്പ്, സാൾട്ടാണ് സൊല്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ സാൾട്ട് ഏതവസ്ഥയിലാണ് നമ്മൾ സാൾട്ട് സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്? അത് ഖരാവസ്ഥയിലാണ് അല്ലേ, സോളിഡ് സ്റ്റേറ്റിലാണ്. പൊടിയുപ്പാണെങ്കിലും കല്ലുപ്പാണെങ്കിലും അത് ഏതവസ്ഥയിലാണ്? ഖരാവസ്ഥയിലാണ്. വാട്ടർ പിന്നെ നമുക്കറിയാം ഏതവസ്ഥയിലാണ്? ലിക്വിഡ് സ്റ്റേറ്റിലാണ് വാട്ടർ ഉള്ളത്. അതായത് ഖരമായിട്ട് ആരാണുള്ളത്? ഉപ്പും, ദ്രാവകമായിട്ട് നമ്മുടെ വാട്ടറും. അപ്പോൾ നമുക്ക് ഈ ഉപ്പ് ലായനി ഉണ്ടാകുമ്പോൾ അത് ഏതവസ്ഥയിലാണ് ഉണ്ടാകുക? ദ്രാവക അവസ്ഥയിലാണ് ഉപ്പ് ലായനി ഉണ്ടാകുക. പിന്നെ മൂന്നാമത്തെ ആളാരാണ്? നമ്മുടെ സോഡാ വാട്ടർ ആണ് അല്ലേ. സോഡാ വാട്ടർ എന്ന് പറയുന്നത് എന്തൊക്കെ കൂടിച്ചേർന്നുണ്ടാകുന്നതാണ്? കാർബൺ ഡയോക്സൈഡും ജലവും കൂടെ കൂട്ടിച്ചേർന്നിട്ടാണ് ആരുണ്ടാകുന്നത്? സോഡാ വാട്ടർ ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ സൊല്യൂട്ട് ആരായിരിക്കും? അല്ലെങ്കിൽ ലീനം എന്ന് പറയുന്നത് എന്താണ്? കാർബൺ ഡയോക്സൈഡ് ആണ്. കാർബൺ ഡയോക്സൈഡ് ഏതവസ്ഥയിലാണ് ഉള്ളത്? വാതക അവസ്ഥയിൽ, ഗേഷ്യസ് സ്റ്റേറ്റിലാണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ സോൾവെന്റ് എന്ന് പറയുമ്പോൾ ലായകം ഏതവസ്ഥയിലാണ്? ലായകം ആരാണ് ഇവിടെ? ജലം ഏതവസ്ഥയിലാണ്? ദ്രാവക അവസ്ഥയിലാണ്, ലിക്വിഡ് സ്റ്റേറ്റിൽ ആണ്. അപ്പോൾ സോഡാ വാട്ടർ
സ്റ്റേറ്റിലെ ഫിസിക്കൽ സ്റ്റേറ്റിലാണുള്ളത്? എന്താണ്? ലിക്വിഡ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ദ്രാവക അവസ്ഥയിലാണ് നമുക്ക് സോഡാ വാട്ടറും ഉള്ളത്. പിന്നെ മിക്സ്ചർ ഓഫ് ആൽക്കഹോൾ ആൻഡ് വാട്ടർ. വാട്ടറും ആൽക്കഹോളും ചേർന്ന, ജലവും ആൽക്കഹോളും ചേർന്ന ഒരു മിശ്രിതമാണെങ്കിൽ ഇതിൽ സോൾവെന്റും സൊല്യൂട്ടും ഏതവസ്ഥയിൽ തന്നെയാണുള്ളത്? ലിക്വിഡ് സ്റ്റേറ്റിൽ തന്നെയാണുള്ളത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന സൊല്യൂഷൻ, ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കിട്ടുന്ന സൊല്യൂഷനും ഏത് ഭൗതികാവസ്ഥയിൽ തന്നെയാണുള്ളത്? ലിക്വിഡ് സ്റ്റേറ്റിൽ തന്നെയാണുള്ളത്. ദെൻ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടുന്നുണ്ടോ? ഒന്ന് നോക്കിക്കേ. നമ്മുടെ എല്ലാ സ്റ്റേറ്റിലെ എല്ലാ സൊല്യൂഷൻസിൻ്റെയും സൊല്യൂഷൻ്റെ സ്റ്റേറ്റും സോൾവെൻ്റ് സ്റ്റേറ്റും സെയിം ആണ് അല്ലേ? നോക്കിക്കേ. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ എക്സാമ്പിൾ ബ്രാസ് എന്ന് പറയുന്നതിൽ സോൾവെന്റ് ഏത് സ്റ്റേറ്റിലാണ്, ഏത് ഫിസിക്കൽ സ്റ്റേറ്റിലാണുള്ളത്? സോളിഡ് അല്ലെങ്കിൽ ഖരാവസ്ഥയിലാണുള്ളത്. അതിൻ്റെ സൊല്യൂഷനും ഏതവസ്ഥയിൽ തന്നെയാണുള്ളത്? സോളിഡ് സ്റ്റേറ്റിലാണുള്ളത്. രണ്ടാമത്തത് നമ്മുടെ സാൾട്ട് സൊല്യൂഷൻ്റെ സോൾവെന്റും ഏതവസ്ഥയിലാണ്? ലിക്വിഡ് സ്റ്റേറ്റിലാണ്. അതിൻ്റെ സ്റ്റേറ്റ് ഓഫ് സൊല്യൂഷൻ്റെ സ്റ്റേറ്റും എന്ത് തന്നെയാണ്? ലിക്വിഡ് സ്റ്റേറ്റ് ആണ്. അതായത് മിക്കവാറും ലായനികളിൽ ലായകത്തിന്റെ ഭൗതിക അവസ്ഥ തന്നെയായിരിക്കും ആർക്കും ഉണ്ടാകുക? ലായനിക്കും ഉണ്ടാവുക. അതായത് സോൾവെന്റിന്റെ ഫിസിക്കൽ സ്റ്റേറ്റ് തന്നെയായിരിക്കും ആർക്കും ഉണ്ടാകുക? നമ്മുടെ സൊല്യൂഷന്റെ ഫിസിക്കൽ സ്റ്റേറ്റും ഉണ്ടായിരിക്കുക അല്ലേ? സോൾവെന്റ് ലിക്വിഡ് ഫോമിലാണെങ്കിൽ നമ്മുടെ സൊല്യൂഷനും എന്തായിരിക്കും? ലിക്വിഡ് ഫോമിലായിരിക്കും. നമ്മൾ പറഞ്ഞു എന്താണ്? ഒരു സൊല്യൂഷനിൽ അധികമായി കാണുന്ന ആളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സോൾവെന്റ് എന്ന് വിളിക്കുന്നത്. കുറഞ്ഞ അളവിൽ കാണുന്ന ആളെ നമ്മൾ എന്തെന്നും വിളിക്കും? സൊല്യൂട്ട് എന്നും വിളിക്കും അല്ലേ? കുറഞ്ഞ അളവിൽ കാണുന്ന ആളെ ലീനം എന്നും, കൂടിയ അളവിൽ കാണുന്ന ആളെ നമ്മൾ എന്തെന്നും വിളിക്കും? ലായകം എന്നും ആണ് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നതാണ് കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ. ലായനിയുടെ ഗാഢത. അപ്പോൾ ലായനിയുടെ ഗാഢത എന്താണെന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു സാൾട്ട് സൊല്യൂഷൻ തന്നെ വീണ്ടും ഒന്ന് ഉണ്ടാക്കി നോക്കാം അല്ലേ? ഒരു ഗ്ലാസ് എന്തെടുത്തു? വെള്ളമെടുത്തു. അതിലേക്ക് ഒരു 5 ടീസ്പൂൺ എന്ത് ചെയ്തു? ഉപ്പിട്ടു. 5 ടീസ്പൂൺ ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കി. എന്നിട്ട് നമുക്ക് കിട്ടിയത് എന്താണ്? ഇപ്പോൾ സാൾട്ട് സൊല്യൂഷൻ കിട്ടി അല്ലേ? ഇപ്പം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ് സാൾട്ട് സൊല്യൂഷന്റെ ഗാഢത, കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? എന്തായിരിക്കും? നമുക്ക് നോക്കാം. ഒരു നിശ്ചിത അളവ് ലായനിയിൽ ലയിച്ചു ചേർന്ന ലീനത്തിന്റെ അളവാണ് എന്ത്? ലായനിയുടെ ഗാഢത. അതായത് ഒരു സൊല്യൂഷനിൽ അലിഞ്ഞു ചേർന്ന അതിന്റെ സൊല്യൂട്ടിന്റെ എമൗണ്ട് ആണ് എന്ത്? ആ സൊല്യൂഷന്റെ എന്ത്? ഗാഢത അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ച ഒരു ഗ്ലാസ് വെള്ളത്തിന്റെ കോൺസെൻട്രേഷൻ എന്തായിരിക്കും? നമ്മളിട്ട 5 സ്പൂൺ ഉപ്പിന്റെ അളവാണെന്ത്? നമ്മൾ ഉണ്ടാക്കി വെച്ച സൊല്യൂഷൻ ഉപ്പ് ലായനിയുടെ ഗാഢത എന്ന് പറയുന്നത്. ഒരു ലായനിയിൽ ലീനത്തിന്റെ അളവ് കുറവാണെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? നേർത്ത ലായനി എന്ന് വിളിക്കും. കൂടുതലാണെങ്കിൽ അതിനെ എന്തെന്ന് വിളിക്കും? ഗാഢലായനി എന്ന് വിളിക്കും. ഒരു സൊല്യൂഷനിൽ ലീനത്തിന്റെ അളവ് കുറവാണെങ്കിൽ നമ്മൾ ആ സൊല്യൂഷനെ എന്തെന്ന് വിളിക്കും? നേർത്ത ലായനി അല്ലെങ്കിൽ ഡൈല്യൂട്ട് സൊല്യൂഷൻ എന്ന് വിളിക്കും. അതേപോലെ തന്നെ ഒരു ലായനിയിൽ നമ്മുടെ ലീനത്തിന്റെ അളവ് എന്താണ്? കൂടുതലാണെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ എന്നും വിളിക്കും. അടുത്തതാണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ അല്ലെങ്കിൽ പൂരിത ലായനി എന്ന് പറയുന്നത്. അതായത് എന്താണ് പൂരിത ലായനി? ഒരു നിശ്ചിത താപനിലയിൽ പരമാവധി ലീനം ലയിച്ചു ചേർന്നാൽ കിട്ടുന്ന ലായനിനെയാണ് എന്തെന്ന് പറയുന്നത്? പൂരിത ലായനി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് വീണ്ടും എന്തുണ്ടാക്കാൻ പോവാണ്? ഉപ്പ് ലായനി ഉണ്ടാക്കാൻ പോവാണ്. ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒരു 5 സ്പൂൺ ഉപ്പ് ഇട്ടു. എന്നിട്ട് നന്നായിട്ട് ഇളക്കി. എന്ത് പറ്റും? അലിഞ്ഞു ചേരും അല്ലേ? ഒരു 5 സ്പൂണും കൂടി ഇട്ടു. കുറച്ച് പാട് വെട്ടിട്ടാണെങ്കിലും എന്ത് ചെയ്യും? അതും കൂടെ അലിഞ്ഞു ചേരും അല്ലേ? വീണ്ടും ഒരു 5 സ്പൂണും കൂടി ഇട്ട് കഴിഞ്ഞാലോ അലിഞ്ഞു ചേരുവോ മക്കളെ? ഇല്ല. പോട്ടെ, 5-ന് പകരം ഒരു 10 കൂടി ഇട്ടു. അലിഞ്ഞു ചേരുവോ? ഇല്ല. മാക്സിമം ഉപ്പിനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒരു ഗ്ലാസ് വെള്ളത്തിൽ അലിഞ്ഞു ചേരുള്ളൂ. അപ്പോൾ അങ്ങനെ മാക്സിമം അലിഞ്ഞു ചേരുന്ന, അതായത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ അല്ലെങ്കിൽ ഒരു സോൾവെന്റിൽ മാക്സിമം ലീനം അലിഞ്ഞു ചേർന്ന് നമുക്ക് കിട്ടുന്ന സൊല്യൂഷനെയാണ് എന്തെന്ന് പറയുന്നത്? പൂരിത ലായനി അല്ലെങ്കിൽ
സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്, അല്ലേ? സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഈ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എത്തുന്നതിന് മുമ്പുള്ള തൊട്ട് മുന്നേയുള്ള അവസ്ഥേനെയാണ് എന്തെന്ന് പറയുന്നത്? അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപൂരിത ലായനി എന്ന് പറയും. ഈ അപൂരിത ലായനിക്ക് എന്ത് ചെയ്യാം? കുറച്ചും കൂടെ സൊല്യൂട്ടിനെ ലീനത്തിനെ ലയിപ്പിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് ആർക്ക് കഴിവുണ്ട്? ഈ അപൂരിത ലായനിക്ക് കഴിവുണ്ട്. അപ്പോൾ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്താണെന്ന് നോക്കിയല്ലോ. അടുത്തതാണ് സോലുബിലിറ്റി അല്ലെങ്കിൽ ലേയത്വം എന്ന് പറയുന്നത്, അല്ലേ? എന്തായിരിക്കും സോലുബിലിറ്റി അല്ലെങ്കിൽ ലേയത്വം എന്ന് പറയുന്നത്? ഒരു നിശ്ചിത താപനിലയിൽ 100 ഗ്രാം ലായകത്തെ പൂരിതമാക്കാൻ ആവശ്യമായ ലീനത്തിൻ്റെ ഗ്രാമിലുള്ള അളവിനെയാണ് എന്തെന്ന് പറയുന്നത്? ആ ലീനത്തിൻ്റെ ലായകത്തിലെ ലേയത്വം അല്ലെങ്കിൽ സോലുബിലിറ്റി എന്ന് പറയുന്നത്. അതായത് ദ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഇൻ ഗ്രാംസ് റിക്വയർഡ് ടു കൺവേർട്ട് 100 grams of solvent into a saturated solution at a given temperature is known as the solubility of the solute in that solution. അതായത് ഒരു 100 ഗ്രാം സോൾവെന്റിനെ സാച്ചുറേറ്റഡ് സൊല്യൂഷനിലേക്ക് മാറ്റാൻ വേണ്ടി ആവശ്യമുള്ള ലീനം അല്ലെങ്കിൽ സൊല്യൂട്ടിൻ്റെ അളവിനെ ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആ ലീനത്തിൻ്റെ ലായകത്തിലെ സോലുബിലിറ്റി അല്ലെങ്കിൽ ലേയത്വം എന്ന് പറയുന്നത്. അപ്പോൾ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു, അല്ലേ? അപ്പോൾ ഒരു സൊല്യൂഷനെ സാച്ചുറേറ്റഡ് ആക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള സൊല്യൂട്ടിൻ്റെ ഗ്രാമിലുള്ള അളവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അതിൻ്റെ സോലുബിലിറ്റി അല്ലെങ്കിൽ ലേയത്വം എന്ന് പറയുന്നത്. അടുത്തതാണ് സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ, അതിപൂരിത ലായനി. നമുക്ക് എന്താണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്നറിയാം, അല്ലേ? അപ്പോൾ അതിപൂരിത ലായനി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു സാച്ചുറേറ്റഡ് സൊല്യൂഷനിൽ സാച്ചുറേറ്റഡ് സ്റ്റേറ്റിൽ എത്തിക്കഴിഞ്ഞ ഒരു സൊല്യൂഷനെ വീണ്ടും അതിൻ്റെ സൊല്യൂട്ടിനെ അല്ലെങ്കിൽ ലീനത്തിനെ ലയിപ്പിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്ന് പറഞ്ഞു, അല്ലേ? ഈ സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാച്ചുറേറ്റഡ് ആയ ഒരു സൊല്യൂഷനിൽ വീണ്ടും നമ്മൾ ലീനം അല്ലെങ്കിൽ സൊല്യൂട്ടിനെ ലയിപ്പിച്ച് ചേർക്കുന്നതിനെ ലയിച്ച് ചേർന്ന് കഴിയുമ്പോൾ കിട്ടുന്ന ആ സൊല്യൂഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്, അല്ലേ? ഒരു ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ മാക്സിമം ഉപ്പിട്ട് ലയിപ്പിച്ച് ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു സാച്ചുറേറ്റഡ് സൊല്യൂഷൻ കിട്ടും എന്ന് പറഞ്ഞു, അല്ലേ? അതിൽ വീണ്ടും ഉപ്പിട്ട് കഴിഞ്ഞാൽ അത് അലിഞ്ഞു ചേരൂല, പകരം ഗ്ലാസിൻ്റെ അടിയിൽ അടിഞ്ഞിങ്ങനെ കിടക്കുമെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു, ഇല്ലേ? ഈ അടിഞ്ഞു ചേർന്ന ഇത്തരത്തിൽ സാച്ചുറേറ്റഡ് ആയി കിട്ടിക്കഴിഞ്ഞ സൊല്യൂഷനിൽ വീണ്ടും നമ്മൾ ഉപ്പിനെ ലയിപ്പിച്ച് ചേർത്ത് നമുക്ക് കിട്ടുന്ന ആ സൊല്യൂഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ അല്ലെങ്കിൽ അതിപൂരിത ലായനി എന്ന് പറയുന്നത്. എങ്ങനെയായിരിക്കും ഈ അതിപൂരിത ലായനി ഉണ്ടാക്കുക? നമുക്ക് പൂരിത ലായനി ലഭിച്ചു കഴിഞ്ഞാൽ, സാച്ചുറേറ്റഡ് സൊല്യൂഷനായി കിട്ടിക്കഴിഞ്ഞാൽ ആ സാച്ചുറേറ്റഡ് സൊല്യൂഷനെ എന്ത് ചെയ്യുക? പതിയെ ഒന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് വീണ്ടും നമ്മൾ ആ ലീനത്തിനെ, ഏത് സൊല്യൂഷനാണോ നമ്മൾ സൂപ്പർ സാച്ചുറേറ്റഡ് ആക്കാൻ നോക്കുന്നത്, അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആ സൊല്യൂട്ടിനെ നമ്മൾ എന്ത് ചെയ്യുക? ഇപ്പം നമ്മൾ ഉപ്പ് ലായനിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഉപ്പ് ലായനി തന്നെ എന്ത് ചെയ്യുക? വീണ്ടും ചൂടാക്കുക. പൂരിത ഉപ്പ് ലായനിനെ വീണ്ടും നമ്മൾ ചൂടാക്കി അതിലേക്ക് ഉപ്പിട്ട് കൊടുത്ത് ഇളക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്താകും? വീണ്ടും ആ ലായനി എന്ത് ചെയ്യും? ലീനത്തിനെ ലയിപ്പിച്ച് ചേർക്കും. ഇത്തരത്തിൽ പൂരിതനാകാൻ ആവശ്യമായതിലും അധികം ലീനത്തെ ലയിച്ചു ചേർന്ന ലായനിയെ അതിപൂരിത ലായനി എന്ന് പറയുന്നു. എന്താണ് സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്? സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആകാൻ ആവശ്യമായതിലും അധികം സൊല്യൂട്ടിനെ എന്ത് ചെയ്യുന്നു? അതിലേക്ക് ലയിപ്പിച്ച് ഡിസോൾവ് ചെയ്തെടുക്കുന്ന ആ സൊല്യൂഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഈ ലീനത്തിൻ്റെ ലേയത്വത്തെ, സോലുബിലിറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സ് ആണുള്ളത്. ഒന്നെന്താണ്? ടെമ്പറേച്ചറും നേച്ചർ ഓഫ് ദ സൊല്യൂട്ടും, അല്ലേ? ലീനത്തിൻ്റെ സ്വഭാവവും പിന്നെ താപവുമാണ് എന്ത്? ലേയത്വത്തെ സ്വാധീനിക്കുന്ന 2 ഘടകങ്ങൾ എന്ന് പറയുന്നത്. സോലുബിലിറ്റിനെ സ്വാധീനിക്കുന്ന 2 ഘടകങ്ങളാണ്. ഒന്നെന്ത്? ടെമ്പറേച്ചറും നമ്മുടെ ലീനത്തിൻ്റെ സ്വഭാവവും. അങ്ങനെയാണെങ്കിൽ നമുക്കിതൊന്ന് നോക്കാം. നമ്മുടെ ടെക്സ്റ്റിൽ കുറച്ച് ലവണങ്ങളുടെ, സാൾട്ടിൻ്റെ ലേയത്വം, സോലുബിലിറ്റി തന്നിട്ടുണ്ട്.
തന്നിരിക്കുന്ന ഗ്രാഫ് ഒന്ന് നോക്കിക്കേ. നമ്മളിപ്പോൾ പറഞ്ഞു നമ്മുടെ സോലുബിലിറ്റി അല്ലെങ്കിൽ ലേയത്വത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഘടകമാണെന്ത്, ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു. ഈ ഗ്രാഫിലൊന്ന് നോക്കിക്കേ. താഴെ മാർക്ക് ചെയ്തിരിക്കുന്നത് എന്താണ്, താപനില അല്ലെങ്കിൽ ടെമ്പറേച്ചർ ആണ് ഈ എക്സ് ആക്സിസ് എന്ന് പറയുന്ന സ്ഥലത്ത് നോട്ട് ചെയ്തിരിക്കുന്നത്. ഈ വൈ ആക്സിസിൽ എന്താണ് തന്നിരിക്കുന്നത്, സോലുബിലിറ്റി ഇൻ വാട്ടർ അല്ലേ, സോലുബിലിറ്റി ആണ് തന്നിരിക്കുന്നത്. നോക്കിക്കേ, ടെമ്പറേച്ചർ 0-ൽ നിന്ന് 100-ലേക്ക് കൂടുന്നതിനനുസരിച്ച് ഇവിടെ എന്താണ്, സോലുബിലിറ്റിയും കൂടുന്ന ലവണങ്ങൾ അല്ലെങ്കിൽ സാൾട്ടുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഏതാണ് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് സോലുബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നത്? ഇവിടെ ആർക്കാണ്, പൊട്ടാസ്യം നൈട്രേറ്റിനാണ് അല്ലേ. പൊട്ടാസ്യം നൈട്രേറ്റിനാണ് സോലുബിലിറ്റി ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നത്, സോലുബിലിറ്റിയും കൂടുന്നത് അല്ലേ. ഈ ഫിഗറിലല്ലേ ഇത് നോക്കിക്കേ, ടെമ്പറേച്ചർ ഒരു 40 എത്തിയപ്പോഴത്തേക്കും സോലുബിലിറ്റി എത്രയായി, 70ൻ്റെ അടുത്തായി അല്ലേ. പൊട്ടാസ്യം നൈട്രേറ്റിനാണ് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ഏറ്റവും കൂടുതൽ സോലുബിലിറ്റിയും കൂടുന്നത്. ദെൻ വേറെ ഒരാളുണ്ടല്ലോ, ദേ ഇവിടെ കമഴ്ന്ന് കിടക്കുന്നത്, ഇതാരാണ്, കാൽഷ്യം സൾഫേറ്റ് ആണ് അല്ലേ. കാൽഷ്യം സൾഫേറ്റ് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ആദ്യം സോലുബിലിറ്റി കൂടി വന്നു. പിന്നെ എന്താണ്, ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് സോലുബിലിറ്റി ലേയത്വം എന്താണ്, കുറഞ്ഞു വന്ന ആളാണ് ആര്, കാൽഷ്യം സൾഫേറ്റ് എന്ന് പറയുന്നത് അല്ലേ. സോലുബിലിറ്റി കുറഞ്ഞു വന്നു. അപ്പോൾ ടെമ്പറേച്ചറിനനുസരിച്ച് സോലുബിലിറ്റി കൂടുതലുള്ള ആളാരാണ്, പൊട്ടാസ്യം നൈട്രേറ്റും. ദെൻ അടുത്തതാണ് നമുക്ക് പഠിക്കാനുള്ള ഒരു കൺസെപ്റ്റാണ് എന്ത്, ഗ്രോയിങ് ക്രിസ്റ്റൽ എന്ന് പറയുന്നത്. വളരുന്ന പരൽ മീനല്ല കേട്ടോ, ഗ്രോയിങ് ക്രിസ്റ്റൽ എന്ന് പറയുന്നത്. എന്താണ് ഗ്രോയിങ് ക്രിസ്റ്റൽ എന്ന് നമുക്ക് നോക്കാം അല്ലേ. ഗ്രോയിങ് ക്രിസ്റ്റലിന് വേണ്ടിയിട്ട് ആദ്യം എന്ത് ചെയ്യണം, 25 മില്ലി ജലത്തിൽ കോപ്പർ സൾഫേറ്റ് പൂരിത ലായനി തയ്യാറാക്കുക അല്ലേ. ഒരു 25 മില്ലി കോപ്പർ സൾഫേറ്റിൻ്റെ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഉണ്ടാക്കുക. എന്നിട്ട് ഈ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ത് ചെയ്യുക, വീണ്ടും ചൂടാക്കി അതിലേക്ക് ലീനം ചേർത്ത് അതിപൂരിത ലായനി ഉണ്ടാക്കുക. അതിപൂരിത ലായനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സാച്ചുറേറ്റഡ് സൊല്യൂഷനെ വീണ്ടും ചൂടാക്കി നമ്മുടെ കോപ്പർ സൾഫേറ്റ് വീണ്ടും ആഡ് ചെയ്ത് അതിനെ ഒരു സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആക്കുക. എന്നിട്ടോ ഈ ലായനി സാധാരണ താപനിലയിലേക്ക് തണുപ്പിക്കുക അല്ലേ. സൂപ്പർ സാച്ചുറേറ്റഡ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനെ നമ്മൾ എന്ത് ചെയ്യുക, തണുപ്പിച്ചു കൊണ്ടുവരിക. അതിനുശേഷം ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു ചെറിയ കഷ്ണം കോപ്പറിനെ എന്ത് ചെയ്യുക, നൂലിൽ കെട്ടി എന്ത് ചെയ്യുക, ലായനിയിലേക്ക് തൂക്കിയിടുക. അതല്ലേ ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു ചെറിയ കഷ്ണം കോപ്പർ സൾഫേറ്റിന് എന്ത് ചെയ്യുക, ഇതുപോലെ നമ്മുടെ സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ, തണുപ്പിച്ച സൂപ്പർ സാച്ചുറേറ്റഡ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലേക്ക് ഡിപ്പ് ചെയ്ത് വെക്കുക. അതൊരു 2 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ എന്ത് മാറ്റമാണ് വന്നിരിക്കുന്നതെന്ന് ഒരു ദിവസം കഴിഞ്ഞൊന്ന് നിരീക്ഷിച്ച് നോക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാക്കുക? അപ്പോൾ ഒരു ദിവസം കഴിഞ്ഞ് നമ്മൾ അതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്താ കാണുക, നമ്മൾ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്ന കോപ്പർ സൾഫേറ്റ് എന്ത് ചെയ്യും, ഇങ്ങനെ തടിച്ച് വരുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. തടിച്ചു വന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. വീർത്തു തടി വെച്ചു, അതെങ്ങനെയാണ്, വളർന്നതായിരിക്കുമോ? അല്ല. എന്താണ് സംഭവം, നമ്മൾ അധികമായിട്ട് ലയിപ്പിച്ച് ചേർത്ത കോപ്പർ സൾഫേറ്റ് എന്താണ്, ആ ക്രിസ്റ്റലിൽ വന്ന് ഡിപ്പോസിറ്റ് ചെയ്തതാണ് അതിങ്ങനെ വളർന്നു വന്നതായിട്ട് നമുക്ക് തോന്നിയത് അല്ലേ. അത് പരലിൻ്റെ വലിപ്പം വർദ്ധിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കാണാൻ വേണ്ടി പറ്റും. അധികമായി ലഭിച്ചിരിക്കുന്ന ലീനം പരലിൽ പറ്റിപ്പിടിക്കുന്നതാണ് ഇതിന് കാരണം അല്ലേ. നമ്മൾ സാച്ചുറേറ്റഡ് സൊല്യൂഷനെ വീണ്ടും ചൂടാക്കി സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആക്കിയിട്ടാണ് തണുപ്പിച്ചത് അല്ലേ. അപ്പോൾ ഈ സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷനിൽ അധികമായിട്ട് കലർന്നിരിക്കുന്ന ആ കോപ്പർ സൾഫേറ്റ് ആണ് എന്തിൽ, നമ്മൾ കെട്ടിത്തൂക്കിയിരിക്കുന്ന കോപ്പർ സൾഫേറ്റിൻ്റെ ക്രിസ്റ്റലിൽ ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിങ്ങനെ തടിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. അപ്പോൾ വളരെ കുറച്ച് കാര്യങ്ങളെ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. നന്നായിട്ട് പഠിക്കുക. അപ്പോൾ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക കേട്ടോ. അപ്പോൾ അടുത്ത നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.